Good morning. Good morning, ma'am. Good morning, miss. Good morning, ma'am. Good morning, ma'am. Okay, നമ്മള് ഫിഫ്ത്ത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സില് ഹോസ്പിറ്റൽ എത്തിക്സ് ആണല്ലോ. മിസ്സേ, പക്ഷെ നമ്മൾ കട്ടായി. മിസ് ആദ്യം പോലെ ഒന്ന് പറഞ്ഞു തരണേ. ഓക്കെ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോ ആണ് കേട്ടോ. ഫിഫ്ത്ത് ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. സമയത്ത് നെറ്റ് ഇഷ്യൂസ് വന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ആ ഒരു ഭാഗം നോക്കിയിട്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ ആ ഒരു ഭാഗത്തില് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് അത് ചോദിക്കാറുണ്ട് കേട്ടോ. HLE യൂണിറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റിന്റെ എക്സ്പാൻഡ് ഫോം ആണ് ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ കാണാറുള്ളൂ. HLE യൂണിറ്റ് അല്ലെങ്കിൽ HLEയുടെ എക്സ്പാൻഡ് ഫോം ഏതാണ്? HLE യൂണിറ്റിന്റെ എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോമും പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് സപ്പോർട്ട് മെമ്പർ സ്റ്റേറ്റ്സ് to develop, implement and evaluate legal and ethical frameworks. അതായത് ഈ ഒരു യൂണിറ്റിന് കീഴിൽ അല്ലെങ്കിൽ ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് അല്ലെങ്കിൽ HLE യൂണിറ്റിന് കീഴിൽ വരുന്ന മെമ്പർ സ്റ്റേറ്റ്സ് അതിലെ അംഗരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ മെമ്പേഴ്സിനും ഓരോ അംഗരാജ്യങ്ങൾക്കും അല്ലെങ്കിൽ മെമ്പർ സ്റ്റേറ്റുകൾക്കും അവർക്ക് കൃത്യമായിട്ട് അവരുടെ സ്റ്റേറ്റില് എങ്ങനെയാണ് ലീഗൽ ആൻഡ് എത്തിക്കൽ ഫ്രെയിംവർക്സ് നിയമപരമായിട്ടും അതുപോലെ ധാർമ്മികപരമായിട്ടുള്ള ഒരു ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് എങ്ങനെ നമുക്ക് രൂപീകരിക്കണം, അതിനുവേണ്ടി അത് എങ്ങനെ വികസിപ്പിക്കാം, എങ്ങനെ അത് അവിടെ നടപ്പിലാക്കാം, അതെങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റും, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നൽകുന്ന ഒരു യൂണിറ്റ് ആണ് ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സംസ്ഥാനത്തും ആ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറെ ലീഗൽ പരമായിട്ടുള്ള കുറെ അധികം ആസ്പെക്ട്സുകൾ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ എത്തിക്കൽ പരമായിട്ടുള്ള കുറെ ആസ്പെക്ട്സുകൾ നോക്കണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എങ്ങനെ വികസിപ്പിച്ച് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതെങ്ങനെ നടപ്പിലാക്കണം, അതെങ്ങനെ വിലയിരുത്തണം, അതിനു വേണ്ടിയൊക്കെ ഓരോ സ്റ്റേറ്റ്സിനെ ഇതിൽ അംഗമായിട്ടുള്ള ഓരോ സ്റ്റേറ്റുകൾക്കും അതിനുള്ള പിന്തുണ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നൽകുന്ന യൂണിറ്റ് ആണ് ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ collaborating across a broad range of programs areas such as health governance, health and rights, health services, communicable diseases, non-communicable diseases, health through life course and emergencies and disasters. But ഇവിടെ ഈ പറയുന്ന രീതിയിൽ നിയമപരമായിട്ട് ലീഗൽ ആൻഡ് എത്തിക്കൽ ഫ്രെയിംവർക്സ് പോലെയുള്ള ഒരുപാട് തരത്തിലുള്ള നിയമങ്ങളായിട്ടും അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ എത്തിക്കൽ പരമായിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ഈ പറയുന്ന വിപുലമായിട്ടുള്ള പ്രോഗ്രാമുകളോട് കൂടി സഹകരിച്ചുകൊണ്ടാണ്. അപ്പൊ അതെന്തൊക്കെയാണ്? ഹെൽത്ത് ഗവേണൻസ് ആരോഗ്യപരമായിട്ടുള്ള ഭരണവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ആരോഗ്യവും അതുപോലെ റൈറ്റ്സ് അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട്, ഹെൽത്ത് സർവീസുകൾ അവരുടെ ഓരോ സംസ്ഥാനത്തെയും സ്ഥാപനങ്ങൾ നൽകുന്ന ആരോഗ്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ട്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകർച്ചവ്യാധികള്, എന്താണ് സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ എന്താണ് സാംക്രമികമല്ലാത്ത അല്ലെങ്കിൽ പകരാത്ത രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകള്, അതുപോലെ നമ്മുടെ ജീവിതശൈലിയിൽ നിന്നുണ്ടാവുന്ന ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, അതുപോലെ എന്തെങ്കിലും എമർജൻസീസ് രഹിതങ്ങളോ അതുപോലെ ഡിസാസ്റ്റേഴ്സ് ദുരന്തങ്ങളോ ഇതുമായൊക്കെ ബന്ധപ്പെട്ട വിപുലമായ പ്രോഗ്രാമുകളിലൂടെ അതും കൂടി സഹകരണത്തോടു കൂടിയാണ് നമുക്ക് ഈ പറയുന്ന ആ ഒരു യൂണിറ്റിന്റെ സഹായത്തോടു കൂടി ഇങ്ങനെയുള്ള ലീഗൽ ആൻഡ് എത്തിക്കൽ ഫ്രെയിംവർക്സ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ് ഇതിൽ അംഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റിന് അവരുടെ ഈ പറയുന്ന ഏതൊരു സർവീസുകൾ കൊടുക്കുമ്പോഴും അവിടെയുള്ള എല്ലാ സർവീസുകളുമായി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സർവീസ് ആണെങ്കിലും ആ സർവീസുമായി ബന്ധപ്പെട്ട ആ എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സുകൾ കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കാനും അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ പിന്തുണ നൽകുന്ന ഒരു യൂണിറ്റ് ആണ് HLE യൂണിറ്റ് എന്ന് പറയുന്നത്. ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് എന്ന് പറയുന്നത്.
പരമായിട്ട്. അപ്പൊ അതിങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമുകളിലൂടെയുമാണ് നമുക്ക് ഈ പറയുന്ന ലീഗൽ പരമായിട്ടുള്ള ആസ്പെക്ട്സും എത്തിക്കൽ പരമായിട്ടുള്ള ആസ്പെക്ട്സും നമുക്ക് അവിടെ നടപ്പിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിപുലമായ പ്രോഗ്രാമുകളുടെ സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു യൂണിറ്റ് ഇത് ഓരോ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്നത്. Clear ആണോ? And HLA also promote a whole of society approach to legal and ethical reform by engaging with policy makers, regulators, parliamentarians and other stakeholders. ഇവിടെ അത് നടപ്പിലാക്കണമെങ്കിൽ ഒത്തിരി പേരുടെ സഹായം വേണം അല്ലെ. ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ലീഗൽ പരമായിട്ടുള്ള എത്തിക്കൽ പരമായിട്ട് ഹെൽത്ത് മേഖലയിൽ ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നടപ്പിലാക്കണമെങ്കിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ വിചാരിച്ചാൽ പറ്റില്ല അല്ലെ. അപ്പൊ അതിനു വേണ്ടി ഇത് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു HLA യൂണിറ്റ് ഈ ഒരു എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സുകളെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മൊത്തത്തില് സൊസൈറ്റിയെ മൊത്തത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് കൊണ്ടുവരുന്നത്. അതായത് അവിടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല അവിടെ പങ്കെടുപ്പിക്കുന്നത്. കാരണം ഇത്രയും പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ അതിലെല്ലാവരെയും പങ്കാളികളാക്കുന്ന രീതിയിൽ ഹോൾ ഓഫ് സൊസൈറ്റിയെ മൊത്തത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനം. അതായത് ടു ലീഗൽ ആൻഡ് എത്തിക്കൽ റിഫോം, അപ്പൊ നിയമപരമായിട്ടും ധാർമ്മികപരമായിട്ടുള്ളൊരു പരിഷ്കരണം ഈ ഒരു ഹെൽത്ത് മേഖലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ആരുടെയൊക്കെ ഇടപെടലുകൾ നടത്തുന്നു എന്നാ പറയുന്നത്? വിത്ത് പോളിസി മേക്കേഴ്സ്, പോളിസികൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ട പോളിസികൾ തയ്യാറാക്കുന്നവരെ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അത് നിയന്ത്രിക്കുന്നവരെ റെഗുലേറ്റേഴ്സ്, അത് നിയന്ത്രിക്കുന്നവരെ ഉൾപ്പെടുത്തുന്നുണ്ട്. പാർലമെന്റേറിയൻസ് അല്ലെ, പാർലമെന്റ് അംഗങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. മറ്റ് ഇതിലെ പങ്കാളികളായിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ വ്യക്തികളെയും ഉൾപ്പെടുത്തി അവരെയും കൂടി പങ്കാളികളാക്കി അല്ലെങ്കിൽ അവരുടെയും കൂടി ഇടപെടലുകളിലൂടെ അങ്ങനെയാണ് ആ ലീഗൽ ആൻഡ് എത്തിക്കൽ പരമായിട്ടുള്ള ആ ഒരു പുനഃപരിഷ്കരണം അല്ലെങ്കിൽ എന്താണ് ഒരു റീഫോർമേഷൻസ് നമ്മൾ ആ ഒരു മേഖലയിൽ കൊണ്ടുവരുന്നത്. എപ്പോഴും ഈ HLA യൂണിറ്റ് ഒരിക്കലും ആ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല, മറിച്ച് ഹോൾ സൊസൈറ്റിയെ മൊത്തത്തില് അവരെന്ത് ചെയ്യുന്നു ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള ഒരു സമീപനമാണ്. അപ്പൊ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി നമ്മൾ ആ ഒരു ലീഗൽ പരമായിട്ടും എത്തിക്കൽ പരമായിട്ടുള്ള ഒരു പരിഷ്കരണം ആ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ കൊണ്ടുവരുന്നു. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു പാരഗ്രാഫ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആ ഒരു ഹെഡിങ് എപ്പോഴും നോക്കി വെക്കാണ്ട് HLA യൂണിറ്റിന്റെ ചോദിക്കാറുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ഇനി വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു എത്തിക്സ് ആൻഡ് ലീഗൽ പരമായിട്ടുള്ള ആസ്പെക്ട്സുകളെ കുറിച്ച് പഠിക്കുന്നത്. അതിന് കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് മെഡിക്കൽ എത്തിക്സ് ആൻഡ് കണ്ടന്റ് എന്ന് വെച്ചാല് നമ്മുടെ മെഡിക്കൽ പരമായിട്ടുള്ള കുറെ ധാർമ്മികതകളുണ്ട്. നമ്മൾ കുറെ അധികം പെരുമാറ്റങ്ങൾ ആ ഒരു സ്ഥാപനത്തിലുള്ള ആളുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അല്ലെ, നമ്മളെ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഇപ്പോ മെഡിക്കൽ പ്രൊഫഷണലുകളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ ഡിപ്ലോമയോ അല്ലെങ്കിൽ അവരുടെ ഡിഗ്രിയോ അല്ലെങ്കിൽ അവരുടെ ബിരുദമോ ഒക്കെ അവർക്ക് നേടുമ്പോ അവരൊരു പ്ലെഡ്ജ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? പ്രതിജ്ഞ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്നത്, apart from his routine and usual clinical cases, a doctor will come across certain medico-legal issues at one time or the other during the practice of the profession. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഒരു പ്രാക്ടീസിന് കയറുമ്പോ അവർക്ക് സാധാരണ ഒരുപാട് ക്ലിനിക്കൽ കേസുകൾ വരും അല്ലെ.
ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ ഒരുപാട് പല പല കേസുകളിലുള്ള പേഷ്യൻസ് വരും അല്ലെ. അങ്ങനെ സാധാരണയുള്ള ക്ലിനിക്കൽ കേസുകൾ അല്ലാതെ പല സമയങ്ങളിലും അവർക്ക് എന്ത് കൂടി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അവരുടെ ഒരു പ്രൊഫഷണൽ പ്രാക്ടീസിന്റെ സമയത്ത് മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ. നമുക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണല്ലോ അല്ലെ മെഡിക്കോ ലീഗൽ കേസസ്. മനസ്സിലല്ലേ? ഓർമ്മയൊക്കെ ഉണ്ടോ അതൊക്കെ? ഓക്കെ, അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. മെഡിക്കോ ലീഗൽ കേസുകളും അവർ ഫേസ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട് അല്ലെ, സ്വാഭാവികമാണ്. അപ്പൊ ഇങ്ങനെയുള്ള എന്തൊരു കേസ് വന്നാലും ഒരു നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അവർ കൈകാര്യം ചെയ്യേണ്ടി വരിക അല്ലെ. ഇങ്ങനെയുള്ള എന്തൊരു കേസ് വന്നാലും അവർക്ക് കുറെ അധികം അവരുടേതായിട്ട് അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവർ കുറെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ കടമകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. ഒരു മെഡിക്കോ ലീഗൽ കേസ് വന്നാല് ഒരു ഡോക്ടർ നിർബന്ധമായിട്ടും അതവിടെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവരുടെ അഡ്മിനിസ്ട്രേഷൻസിനെ അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യണം, അറിയിക്കണം. അത് കൃത്യമായിട്ട് മെഡിക്കോ ലീഗൽ രജിസ്റ്ററുകളിൽ രജിസ്റ്റർ ചെയ്യണം, പോലീസിനെ വിവരം അറിയിക്കണം അല്ലെ. അങ്ങനെ കുറെ അധികം പ്രൊസീജിയേഴ്സും ഫോർമാലിറ്റീസും അതുമായി ബന്ധപ്പെട്ട് അത് അവരുടെ കടമയാണ് അല്ലെ. ഒരിക്കലും ഒരു പേഷ്യന്റ് പറയുന്നത് കേട്ട് അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. കാരണം അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ട നിയമപരമായ കുറച്ച് കടമകളാണ് അല്ലെ. അതുപോലെ ഹോസ്പിറ്റലിൽ വരുന്ന അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് വരുന്ന ഓരോ കേസസും ഓരോ പേഷ്യൻസിനോടും എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം അവരോട് ഓരോ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്, അതിന്റെ അവരുടെ ഉത്തരവാദിത്തം എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഇവരുമായി ബന്ധപ്പെട്ട കുറെ അധികം ഈ പറയുന്ന പോലെ നമ്മുടെ പ്ലഡ്ജ് പോലെയുള്ള കാര്യങ്ങള് അതൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇന്ത്യൻ ഡിഫറെന്റ് കോഡ് ഓഫ് എത്തിക്സ് അവരുടെ കുറച്ചധികം അവരുടെ പ്ലഡ്ജ് പോലെയുള്ള ഡിക്ലറേഷൻസ്, പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നിർബന്ധമായിട്ടും ഇവർ ചെയ്യേണ്ട കുറെ കടമകള് അതാണ് അടുത്തത് പറയുന്നത്. ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് ഡോക്ടേഴ്സ് ആർ enlisted in the law of the land and different codes of medical ethics and declaration. ഈ പറയുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ പരമായിട്ട് അവർ ചെയ്യേണ്ട കടമകള്, അവരുടെ ധാർമ്മികപരമായിട്ടുള്ള അവരുടെ ബാധ്യതകള് മുതലായ കാര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തെ നിയമങ്ങളിലും അതോടൊപ്പം തന്നെ അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളോ ഡിക്ലറേഷൻസ്, പ്രഖ്യാപനങ്ങളും അതുപോലെ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് ഒക്കെ ഉണ്ട്. അതിലെല്ലാത്തിലും കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർ നിർബന്ധമായിട്ടും അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തോട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ വരുന്ന 3 എണ്ണമാണ് ഹിപ്പോക്രാറ്റിക് ഓത്ത്, ഡിക്ലറേഷൻ ഓഫ് ജനീവ, Declaration of Helsinki on Medical Research and International Code of Medical Ethics. രണ്ടാമതൊന്നും ജസ്റ്റ് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഈ പേര് മാത്രം മനസ്സിലാക്കിയാൽ മതി. എങ്കിൽ പോലും അത് എന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ അല്ലെ. അപ്പൊ അതില് ആദ്യത്തെ ഫസ്റ്റ് വണ്ണാണ് ഹിപ്പോക്രാറ്റിക് ഓത്ത്. ഈ ഒരു ഹിപ്പോക്രാറ്റ് എന്നുള്ള പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? എവിടെയാണ് കേട്ടിരിക്കുന്നേ? ഫസ്റ്റ് ചാപ്റ്ററിലാണോ? സെക്കൻഡ് ചാപ്റ്ററിൽ അല്ലെ? കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, ഹിപ്പോക്രാറ്റ് അല്ലെ, ഹിപ്പോക്രാറ്റസ്. അപ്പൊ അദ്ദേഹം അതേപോലെ ഹിപ്പോക്രാറ്റസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇത് അദ്ദേഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടത് പുരാതനമായിട്ടുള്ള ഒരു, അതായത് നമ്മുടെ പ്രൊഫഷണൽ ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവര് ചെയ്യേണ്ട ഒരു പ്ലെഡ്ജാണ്, ഒരു പ്രതിജ്ഞയാണ് ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറയുന്നത്. അതായത് ഡോക്ടേഴ്സ് പുരാതന കാലത്ത്, പണ്ട് കാലത്തെ ഡോക്ടർമാർ എടുത്തിരുന്ന ഒരു പുരാതന ധാർമ്മിക പ്രതിജ്ഞ, എത്തിക്സുമായി ബന്ധപ്പെട്ട ഒരു ധാർമ്മിക പ്രതിജ്ഞയാണ് ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, അതെന്താണെന്നൊന്നും ചോദിക്കില്ല. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് അടുത്തൊരു കോട്ട് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പൊ ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറഞ്ഞാൽ പുരാതനമായിട്ട് നമ്മുടെ പണ്ട് കാലത്ത് ഡോക്ടേഴ്സ് പുരാതനമായിട്ട് അവര് ധാർമ്മികപരമായിട്ട് അവര് എടുത്തിരുന്ന ഒരു പ്രതിജ്ഞയാണ്. അപ്പൊ ആ ഒരു പ്രതിജ്ഞയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അപ്പൊ അവര് പറയുന്നത്? ആ ഒരു പ്രതിജ്ഞയിൽ എന്തൊക്കെയായിരിക്കും? അവരുടെ മുമ്പിൽ വരുന്ന രോഗികളോട് അവർ എങ്ങനെയൊക്കെ പെരുമാറണം, അല്ലെങ്കിൽ അവരോടുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്
അല്ലെ? അതൊക്കെയല്ലേ അതിൽ ഉൾപ്പെടുക ആ ഒരു പ്രതിജ്ഞയില് അല്ലെ? അതുപോലെ അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെ? അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ രോഗിയുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകണം, അതുപോലെ രോഗിയുടെ പ്രൈവസി അല്ലെ, സ്വകാര്യതയെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ അവർക്ക് വരുന്ന ഓരോ പേഷ്യൻസിനും, അവരുടെ മുമ്പിൽ വരുന്ന ഓരോ പേഷ്യൻസിനും യാതൊരുവിധ ദോഷങ്ങളോ ഹാമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ അതൊക്കെ ഒഴിവാക്കി വരുന്ന ഓരോ രോഗിയും നല്ല രീതിയിൽ ഉത്തരവാദിത്വത്തോടും കൂടി പരിചരിക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ പ്രതിജ്ഞയിൽ പറയുന്നത് അല്ലെ? അതാണ് പണ്ട് കാലത്ത് ഡോക്ടേഴ്സ് ഉപയോഗിച്ചിരുന്ന ഒരു പ്രതിജ്ഞയാണ് എന്തെന്ന് പറയുന്നത്, ഹിപ്പോക്രാറ്റിസ് ഓത്ത് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു പരിഷ്കരണ രൂപമാണ് ഡിക്ലറേഷൻ ഓഫ് ജനീവ എന്ന് പറയുന്നത്. പേരിൽ നിന്ന് നോക്കുമ്പോൾ വലിയ കണക്ഷൻ ഒന്നും തോന്നില്ല, പക്ഷെ ഡിക്ലറേഷൻ ഓഫ് ജനീവ എന്നൊരു പേര് വരാൻ കാരണം ഇത് 1948 ജനീവയില് ഒരു ലോക മെഡിക്കൽ അസോസിയേഷന്റെ ഒരു പൊതുസഭ നടന്നു. ആ ഒരു പൊതുസഭയിൽ വെച്ചാണ് ഇത് എന്ത് ചെയ്തത്, ഇത് നമുക്ക് ഇങ്ങനെ ഒരു, അതായത് മൊത്തം പ്രൊഫഷണൽ ആയിട്ടുള്ള ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഈ ഒരൊറ്റ പ്രതിജ്ഞ നമുക്ക് എടുക്കാം. അതായത് ഈ ഒരു രാജ്യത്തിന് ഒരു പ്രതിജ്ഞ, മറ്റൊരു രാജ്യത്തിന് ഒരു പ്രതിജ്ഞ, അങ്ങനെയല്ല. മൊത്തത്തിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ മെഡിക്കൽ പ്രൊഫഷണലുകളിൽ നിന്ന് ബിരുദമോ ഡിപ്ലോമയോ ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു കോമൺ പ്ലെഡ്ജ് ആയിട്ട് നമുക്ക് ഇത് എടുക്കാം എന്ന് പ്രഖ്യാപിച്ചത് ഈ 1948 ജനീവയിൽ നടന്ന ആ ഒരു പൊതുസഭയിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതുകൊണ്ടാണ് അതിനെ ഡിക്ലറേഷൻ ഓഫ് ജനീവ എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മുടെ പുരാതന ഹിപ്പോക്രാറ്റിക് ഓത്തിന്റെ ഒരു ആധുനികീകരിച്ച അല്ലെങ്കിൽ ഒരു മോഡേണൈസ്ഡ് വേർഷൻ ആണ് കേട്ടോ. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മറ്റേതിൽ ഉണ്ടാവാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ആ ഒരു മാനുഷിക മൂല്യങ്ങളൊക്കെ പരിഗണിക്കണം. അതുപോലെ തന്നെ വരുന്ന ഓരോ പേഷ്യൻസിനും അവർക്ക് അവരുടേതായിട്ടുള്ള പരിഗണന കൊടുക്കുകയും ഒരു പേഷ്യൻസ് എന്റേതായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു പരിചരണം കൊടുക്കണം. അതുപോലെ തന്നെ നിയമപരമായിട്ടും ധാർമ്മികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരെ എന്ത് ചെയ്യണം, അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും ഉത്തരവാദിത്തോടുകൂടി പാലിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഹിപ്പോക്രാറ്റിക് ഓത്തിന്റെ ഒരു പുരാതന ഹിപ്പോക്രാറ്റിക് ഓത്തിന്റെ ഒരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആധുനികവൽക്കരിച്ച ഒരു രൂപമാണ് ഈ ഒരു ജനീവ എന്താണ് ഡിക്ലറേഷൻ ഓഫ് ജനീവ എന്ന് പറയുന്നത്. ഈ ജനീവ പ്രഖ്യാപനം എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. അപ്പൊ ഇത് ശരിക്കും ആ ഒരു 1948 ജനീവയിൽ നടന്ന ഒരു പൊതുസഭയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, അംഗീകരിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ജനീവ ഡിക്ലറേഷൻ അല്ലെങ്കിൽ എന്താണ് പ്രഖ്യാപനം എന്നൊരു പേര് വന്നത് കേട്ടോ. രണ്ടെണ്ണം ക്ലിയർ ആയോ? ഹിപ്പോക്രാറ്റിക് ഓത്തും ഡിക്ലറേഷൻ ഓഫ് ജനീവയും ഓക്കെ ആണോ? എന്താണെന്നൊന്നും ചോദിക്കില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മിസ് പറഞ്ഞു തരുന്നതാണ്. ഇത് രണ്ടും ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, മെഡിക്കൽ റിസർച്ചുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ്. അതായത് നമുക്കറിയാം അല്ലെ, നമ്മുടെ ആരോഗ്യ മേഖലയില് അതായത് മാനുഷികപരമായിട്ടുള്ള നമ്മുടെ മനുഷ്യരുമായിട്ട് ഹ്യൂമൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ റിസർച്ചുകൾക്കായിട്ട് എടുക്കാറുണ്ട് അല്ലെ? ഇല്ലേ? ഒരുപാട് റിസർച്ചുകൾ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള മേഖലയില് മാനുഷികപരമായിട്ടുള്ള മനുഷ്യ വിഷയങ്ങളെ ഉൾപ്പെടുത്തി ചെയ്യാറുണ്ടോ? ഒരുപാട് എക്സ്പീരിമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ കഴിഞ്ഞാലേ നമുക്കൊരു രോഗവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അവർ റിസർച്ചുകൾ ചെയ്തിട്ടാണ് അല്ലെ നമുക്കൊരു മരുന്ന് അല്ലെങ്കിൽ ഒരു മെഡിസിൻ നമുക്ക് ഉണ്ടാക്കി തരുന്നത് അല്ലെ? വാക്സിൻസ് ആണെങ്കിലും മെഡിസിൻസ് ആണെങ്കിലും അല്ലെ എത്രത്തോളം റിസർച്ചുകൾ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു റിസർച്ചുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ അതായത് റിസർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് മനുഷ്യരെ പങ്കാളികളാക്കിയിട്ട് വേണം ചെയ്യാൻ അല്ലെ? ഇപ്പൊ ഒരു മനുഷ്യരുമായി ഇപ്പൊ ഒരു മരുന്ന് പുതിയതായിട്ട് കണ്ടുപിടിച്ചു, അത് ഒന്നോ രണ്ടോ പേരിലെങ്കിലും കുറച്ച് പേരിലെങ്കിലും നമ്മൾ അത് ട്രയൽ ചെയ്ത് നോക്കേണ്ടി വരും ഇല്ലേ? ചെയ്യേണ്ട കാര്യം സ്വാഭാവികമാണ്. കാരണം അത് അവരിത് വേറൊരു മനുഷ്യരിൽ ചെയ്യേണ്ട ഒരു ട്രയൽ മറ്റൊരാളുടെയും ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മാനുഷികമായിട്ടുള്ള വിഷയങ്ങളാണ് എടുത്ത് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് അതിൽ മനുഷ്യരുടെ പങ്കാളിത്തം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും ആർക്ക് ദോഷങ്ങൾ വരാൻ പാടില്ല,
ആർക്ക് ദോഷങ്ങൾ വരാൻ പാടില്ല? മനുഷ്യർക്ക് ദോഷങ്ങൾ വരാൻ പാടില്ല, അല്ലെ? അതുമൂലം യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അത് പങ്കാളികളാവുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അതല്ലാതെ മറ്റേ റിസൾട്ട് കിട്ടുന്ന ആളുകൾക്കോ ഒന്നും വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ കുറച്ച് നിയമപരമായിട്ടുള്ള എത്തിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി ഓൺ മെഡിക്കൽ റിസർച്ചിൽ പറയുന്നത്. ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. മെഡിക്കൽ റിസർച്ചുമായി ബന്ധപ്പെട്ട്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ മാനുഷിക വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗവേഷണങ്ങൾ അല്ലെങ്കിൽ റിസർച്ചുകൾ, അതുമായി ബന്ധപ്പെട്ട് ക്ലിനിക്കൽ റിസർച്ചുകൾ നമ്മൾ നടത്താറുണ്ട്, ക്ലിനിക്കൽ ട്രയലുകൾ നടത്താറുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു എത്തിക്കൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ കൃത്യമായ ഒരു ധാർമ്മിക ചട്ടക്കൂടുകൾ ഉണ്ടാക്കാനായിട്ട് സഹായിച്ചൊരു പ്രഖ്യാപനമാണ് ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി ഓൺ മെഡിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഓരോ മനുഷ്യർക്കും ഈ ഒരു റിസർച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇവരുടെ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് എപ്പോഴും ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളും നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കുന്ന ഓരോ ഹ്യൂമൻ പാർട്ടിസിപ്പൻസും വളരെ സേഫ് ആയിരിക്കണം. അതുപോലെ അവരുടെ ക്ഷേമവും ആരോഗ്യവും ഒക്കെ നമ്മളെ മാനിച്ചുകൊണ്ടാണ് ചെയ്യാൻ പാടുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് ശാസ്ത്രീയപരമായിട്ടുള്ള കുറെ അറിവുകൾ കിട്ടുമെങ്കിൽ പോലും അതുവഴി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും യാതൊരുവിധ ദോഷവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയായിരിക്കണം ഒരു റിസർച്ച് ചെയ്യേണ്ടതാണ് ഈ ഒരു ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി ഓൺ മെഡിക്കൽ റിസർച്ചിൽ പറയുന്നത്. ക്ലിയർ ആണോ അത്? തേർഡ് വൺ ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഫോർത്ത് വണ്ണിൽ പറയുന്നത് ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ്. ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സിൽ പറയുന്നത് 1949 വേൾഡ് എന്താണ് നമ്മുടെ മെഡിക്കൽ അസോസിയേഷൻ ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് എന്ത് ചെയ്തു? അംഗീകരിക്കുകയുണ്ടായി. അതിന് ശരിക്കും നിരവധി തവണ ഇത് കുറെ പ്രാവശ്യം ഭേദഗതി വെച്ച് നമ്മൾ നിയമങ്ങൾ ഭേദഗതി ചെയ്യാറില്ലേ? നിയമങ്ങൾ ഭേദഗതി ചെയ്യാറില്ലേ? അതുപോലെ ഈ പറയുന്ന ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സും ഒരുപാട് തവണ ഭേദഗതികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതില് ഒരു ജനറൽ ആയിട്ട് ഒരു ഫിസിഷ്യൻ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആണ്. അതായത് പൊതുവായിട്ട് ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ചെയ്യേണ്ട കുറേയധികം ഡ്യൂട്ടീസ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികളോടും സമൂഹത്തോടും അവർ ചെയ്യേണ്ട കുറെ കടമകളുണ്ട്. രോഗികളും പേഷ്യൻസിനോട് മാത്രമല്ല, അവർ ഉൾപ്പെടുന്ന സമൂഹത്തോട് അവർ ചെയ്യേണ്ട കടമകള്, എങ്ങനെ അവരുടെ പ്രൈവസി കൃത്യമായിട്ട് അത് കീപ്പ് ചെയ്യണം, അത് അതിനൊരു റെസ്പെക്ട് കൊടുക്കണം. അതുപോലെ തന്നെ പേഷ്യൻസിനോട് അവർ ചെയ്യേണ്ട കടമകള്, സൊസൈറ്റിയോട് അവർ ചെയ്യേണ്ട കടമകള്, പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള കെയർ എങ്ങനെയായിരിക്കണം നൽകേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഉൾക്കൊള്ളുന്നതാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് അവര് പാലിക്കേണ്ടതായിട്ടുള്ള കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യ സ്വഭാവങ്ങള്, അതുപോലെ ഹോണസ്റ്റി, സത്യസന്ധത, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവിടുത്തെ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരുമായിട്ടുള്ള നല്ലൊരു ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ പറയുന്ന ഒരു ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സിൽ അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ട കുറേയധികം പൊതുവായിട്ടുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ആണ്. അത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? അവര് പരിഷ്കരിക്കും അല്ലെങ്കിൽ ഭേദഗതികൾ വരുത്തും. ഓക്കെ. ഈ 4 എണ്ണവും നമ്മുടെ ആ ഒരു പ്രൊഫഷനിലുള്ള ആ ഒരു പ്രൊഫഷണൽ ഡോക്ടറുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. 4 എണ്ണമാണ് ഹിപ്പോക്രാറ്റിക് ഓത്ത് പറഞ്ഞു. അതിന്റെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള വേർഷനാണ് ഡിക്ലറേഷൻ ഓഫ് ജനീവ. മെഡിക്കൽ റിസർച്ചുമായി ബന്ധപ്പെട്ടതാണ് ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി ഓൺ മെഡിക്കൽ റിസർച്ച്. ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് അവർ പാലിക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസിനോടും സൊസൈറ്റിയോടും പാലിക്കേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി മുതലായ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇത് 4 എണ്ണവും ഈ പറയുന്ന പോലെ ഇതിലെല്ലാത്തിലും എപ്പോഴും എന്താണ് പറയുന്നത്? അവരുടെ ഡ്യൂട്ടീസ് അല്ലെ, പ്രൊഫഷനിലുള്ള ആളുകളുടെ ചുമതലകള്, കടമകള്, അവരുടെ നിയമപരമായ ധാർമ്മികപരമായിട്ടുള്ള അവരുടെ ബാധ്യതകള് മുതലായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ദ ഡിക്ലറേഷൻ ഓഫ് ജനീവ ഓഫ് വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ എന്നാണ്. WMA വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ binds the physician with the words and the quote. എന്താണ് അതിൽ പറയുന്നത്? ഡിക്ലറേഷൻ ഓഫ് ജനീവ അതിൽ പറയുന്ന ഒരു കോട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ദ ഹെൽത്ത് ഓഫ് മൈ പേഷ്യന്റ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഏതിലാണ് ഈ ഒരു കോട്ട് കാണുക? ദ ഹെൽത്ത് ഓഫ് മൈ പേഷ്യന്റ് വിൽ ബി മൈ ഫസ്റ്റ് കൺസിഡറേഷൻ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ദ ഹെൽത്ത് ഓഫ് മൈ പേഷ്യന്റ് ആരാ ഇത് പറയുന്നേ? ആരാ പറയുന്നത്?
പ്രതിജ്ഞ എടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യമാണ് കേട്ടോ. ഡോക്ടേഴ്സ് പ്രതിജ്ഞ എടുക്കുമ്പോൾ പറയുന്ന കാര്യമാണ് ദ ഹെൽത്ത് ഓഫ് മൈ പേഷ്യന്റ്. ആരുടെ? എന്റെ പേഷ്യൻസിന്റെ ആരോഗ്യം അല്ലെ. വിൽ ബി മൈ ഫസ്റ്റ് കൺസിഡറേഷൻ. എന്റെ പ്രഥമ പരിഗണന അതിനാണ് അല്ലെ. മറ്റുള്ളവരുടെ ആരോഗ്യമല്ല, എന്റെ പേഷ്യൻസിന്റെ ആരോഗ്യമാണ് എന്റെ പ്രഥമ പരിഗണന എന്നാണ് അദ്ദേഹം ആ ഒരു പ്ലെഡ്ജ് ചെയ്യുമ്പോൾ പറയുന്നത്. അതിൽ വരുന്ന ഇതാണ് എന്താണ് ഡിക്ലറേഷൻ ഓഫ് ജനീവ. ജനീവ പ്രഖ്യാപനത്തിൽ ഇവിടെ ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ലോകത്തുള്ള എല്ലാ ഡോക്ടേഴ്സിനും ബിരുദം നേടിയിട്ടുള്ള മെഡിക്കൽ പരമായിട്ടുള്ള ബിരുദമോ ഡിപ്ലോമയൊക്കെ നേടിയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ് സ്വീകരിക്കുന്ന ഒരു പ്രതിജ്ഞയാണ് കേട്ടോ, ഡിക്ലറേഷൻ ഓഫ് ജനീവ. അതിലെ ഒരു കോട്ടാണ് ദ ഹെൽത്ത് ഓഫ് മൈ പേഷ്യന്റ് വിൽ ബി മൈ ഫസ്റ്റ് കൺസിഡറേഷൻ. എന്റെ രോഗിയുടെ ആരോഗ്യമാണ് എന്റെ പ്രഥമ പരിഗണന. ചോദിക്കാറുണ്ട് ഈ ഒരു കോട്ട് ഏതിലെയാണ് കേട്ടോ. അതേതിലെയാണ്? ഡിക്ലറേഷൻ ഓഫ് ജനീവയിലെയാണ് കേട്ടോ. ഇനി അടുത്തൊരു കോട്ടാണ് ആൻഡ് ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് ഡിക്ലെയർ ദാറ്റ് അൺകോട്ട്. അതിനുള്ള ഒരു കോട്ടാണ് എ ഫിസിഷ്യൻ ഷാൽ ആക്ട് ഇൻ ദ പേഷ്യൻസ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് വെൻ പ്രൊവൈഡിംഗ് മെഡിക്കൽ കെയർ. എന്താണ്? മെഡിക്കൽ കെയർ അല്ലെങ്കിൽ വൈദ്യസഹായം നൽകുമ്പോൾ അല്ലെങ്കിൽ വൈദ്യപരിചരണം നൽകുമ്പോൾ ഒരു ഫിസിഷ്യൻ എന്ത് ചെയ്യണം? എങ്ങനെയായിരിക്കണം നൽകേണ്ടത് എന്നാ പറയുന്നത്? രോഗിയുടെ ഏറ്റവും നല്ല താല്പര്യം കണക്കിലെടുത്തായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. എന്താ പറയുന്നത്? ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഡിക്ലറേഷൻ ഓഫ് ജനീവ എന്താ? പ്രതിജ്ഞയാണ് കേട്ടോ. ഇതില് ഡിക്ലറേഷൻ ഓഫ് ജനീവയിൽ അവര് പ്രതിജ്ഞ എടുക്കുകയാണ്. കണ്ടിട്ടില്ലേ നിങ്ങളത്? ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ എന്റെ അറിവനുസരിച്ച് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്, എന്റെ മുന്നിൽ വരുന്ന രോഗികളുടെ ആരോഗ്യവും ക്ഷേമവും ഒക്കെ ഞാൻ പരിപാലിക്കും എന്ന് പറയുന്നത് പ്ലെഡ്ജ് എടുക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ഡിക്ലറേഷൻ ഓഫ് ജനീവയില് ആ ഒരു പ്ലെഡ്ജ് അങ്ങനെ ഓർത്താലും കിട്ടും കേട്ടോ. അപ്പൊ അതിലെന്താ പറയുന്നത്? എന്റെ പേഷ്യന്റിന്റെ അവര് പറയാണ് അല്ലെ. നമ്മൾ പറയുന്നത് അങ്ങനെയല്ലേ പറയുക? നമ്മളൊരു ഡോക്ടറാണെങ്കിൽ നമ്മൾ പറയില്ലേ എന്റെ പേഷ്യന്റിന്റെ ആരോഗ്യമാണ് എന്റെ പ്രഥമ പരിഗണന. അപ്പൊ എന്റെ എന്നുള്ളത് ഉദ്ദേശിക്കുമ്പോ എന്താ? അതൊരു പ്രതിജ്ഞയിലേ വരുള്ളൂ അല്ലെ. അതൊരു പ്രതിജ്ഞയിലല്ലേ വരുന്നത് ആണ്. ഇനി ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ് അതിൽ അവര് പാലിക്കേണ്ട കുറെ അധികം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒരുമിച്ച് പറയുന്നത്. അപ്പൊ അവിടെ നിന്റെ അങ്ങനെയൊന്നും പറയുന്നില്ല, മറിച്ച് അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ ഒരു കോട്ടാണ് എ ഫിസിഷ്യൻ. ഒരു ഫിസിഷ്യൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്? അവര് മെഡിക്കൽ കെയർ അല്ലെങ്കിൽ വൈദ്യപരിചരണം കൊടുക്കുമ്പോൾ ആരുടെ താല്പര്യത്തിനനുസരിച്ച് കൊടുക്കണം? അവരുടെ മുന്നിലുള്ള ഓരോ പേഷ്യന്റിന്റെയും ഏറ്റവും മികച്ച താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഒരു ഫിസിഷ്യൻ പ്രവർത്തിക്കേണ്ടത് അല്ലെ. ഇപ്പൊ ഏതൊരു വരുന്ന പേഷ്യന്റ് ആണെങ്കിലും അവരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ ബെസ്റ്റ് താല്പര്യത്തിനനുസരിച്ചായിരിക്കണം ഒരു ഫിസിഷ്യൻ പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഇന്റർനാഷണൽ കോഡ് ഓഫ് എത്തിക്സിൽ കൊടുത്തിരിക്കുന്ന കോഡ്. ക്ലിയർ ആണോ? അത്രയും വലിയ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? വിളിച്ചായോ?
ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് ഇനി വരുന്ന ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ ഓരോ ആക്ടുകളെയാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആക്ട് ആണ് ദ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956. ഇതിന്റെ ആക്ടുകളുടെ പേര് പഠിക്കണം, ഷോർട്ട് ഫോംസ് ഉണ്ടെങ്കിൽ അത് പഠിക്കണം, ഇയറും ഡേറ്റും കേട്ടോ. കൃത്യമായിട്ട് സമയം ഡേറ്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതും പഠിച്ചു വെക്കണം കേട്ടോ, ചോദിക്കാനുള്ള ഭാഗമാണ്. ഇപ്പൊ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ഇത് പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, IMC ആക്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എളുപ്പമല്ലേ അല്ലേ? അപ്പൊ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956. അപ്പൊ ആദ്യത്തെ ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് 13 ഡിസംബർ 1956 അതുവരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. 13 ഡിസംബർ 1956 1956 ഡിസംബർ 30-നാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്. As amended by the Indian Medical Council Amendment Act 1964, 1993 and 2001. ഈ പറയുന്ന 3 വർഷങ്ങളില് അതായത് പ്രധാനമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? as amended by the Indian Medical Council ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഓരോ ഭേദഗതി വരുത്തിയ വർഷങ്ങളാണ് പറഞ്ഞത്. 1964 ഭേദഗതി വരുത്തിയിട്ടുണ്ട്, 93 വരുത്തിയിട്ടുണ്ട്, 2001 ഈ ഒരു നിയമത്തില് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് പ്രാബല്യത്തിൽ വന്നതാണ് നമ്മളോട് ചോദിക്കാറ്. 13 ഡിസംബർ 1956 1956 ഡിസംബർ 30 അല്ലെങ്കിൽ വർഷമാണ് ചോദിക്കുന്നതെങ്കിൽ വർഷം മാത്രം നോക്കിയാൽ എഴുതിയാൽ മതി. 1956 മാത്രമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡിസംബർ 13 കൂടി ചിലപ്പോൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതി നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു ആക്ട് എന്നാണ് പറഞ്ഞ ആ ഒരു ബോൾഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നതിൽ പറയുന്നത്. ആ ഒരു ആക്ട് അങ്ങനെ തന്നെയായിരിക്കും ചോദിക്കാം കേട്ടോ. An act to provide for the reconstitution of the Medical Council of India and the maintenance of a medical register for India and for matters connected therewith. എന്താണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്? ആ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. എന്ത് വേണമെന്നാ പറയുന്നത്? ആക്ട് ടു പ്രൊവൈഡ് ഫോർ ദ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയില് ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസില് പുനരാരംഭിക്കുക അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ എന്താ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ദ മെയിൻ്റനൻസ് ഓഫ് എ മെഡിക്കൽ രജിസ്റ്റർ. ഇന്ത്യയിലെ ഒരു മെഡിക്കൽ രജിസ്റ്റർ എന്ത് ചെയ്യണം? അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ പരിപാലിക്കുന്നതിന് വേണ്ടി. ആൻഡ് ഫോർ മാറ്റേഴ്സ് കണക്റ്റഡ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കുമായി നൽകിയിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956 എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു നിയമം 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാമത് ഇന്ത്യയില് ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് അവിടെ സ്ഥാപിതമായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഇന്ത്യയിൽ ഒരു മെഡിക്കൽ രജിസ്റ്റർ പരിപാലിക്കണം. ആർക്കാണ് മെഡിക്കൽ രജിസ്റ്റർ വേണ്ടത്? നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, അവരെന്തായാലും നിർബന്ധമായിട്ടും അവരൊരു ബിരുദമോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരവിടെ നമ്മുടെ നാട്ടില് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ഇന്ത്യയിലെ നിയമമാണ് കേട്ടോ പറയുന്നത്. ഇന്ത്യയിൽ അവിടെ അവർ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവർ ഈ പറയുന്ന രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. മെഡിക്കൽ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്ത ഡോക്ടേഴ്സിനെ മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്രാക്ടീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പല ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ കണ്ടിട്ടില്ലേ? ഒരുപാട് എന്താണ് വ്യാജ വൈദ്യന്മാര് നമ്മുടെ നാട്ടില് ഉണ്ടാവാറുണ്ട്. അവരൊക്കെ ഇടയ്ക്ക് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കേസൊക്കെ കണ്ടിട്ടില്ലേ ന്യൂസിലൊക്കെ? കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാണ്? അവരിതുപോലെ ചിലപ്പോ മെഡിക്കൽ ബിരുദമോ കാര്യങ്ങളോ ഒന്നും എടുത്തു കാണില്ല. അവര് നമ്മുടെ മെഡിക്കൽ രജിസ്റ്ററുകളിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നില്ല? അതിന് അനുവദിക്കുന്നില്ല. രജിസ്റ്റർ ചെയ്ത ആൾക്ക് മാത്രമേ ഇവിടെ നമ്മുടെ ഇന്ത്യയില് മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ അതിനു വേണ്ടി ഒരു മെഡിക്കൽ രജിസ്റ്റർ ഇന്ത്യയിൽ പരിപാലിക്കണം. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ കൗൺസില്, ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡിക്കൽ കൗൺസിലും ഇന്ത്യയിൽ സ്ഥാപിക്കണം എന്നതിന് വേണ്ടിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956 എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ആക്ടില് ഇതിൽ ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞു തരുന്നതാണ്. പ്രധാനമായിട്ടും ഈ ഒരു ആക്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഉണ്ട്. ആ ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഒരു ഇന്ത്യയിൽ സ്ഥാപിക്കണം. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കുറെ അധികാരങ്ങൾ ഈ ഒരു നിയമം നൽകുന്നുണ്ട്.
ആർക്കാണ്? ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന് കുറച്ച് അധികാരങ്ങൾ ഇവരുടെ നിയമം വഴി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അവര് ആ ഒരു അധികാരം നൽകുന്നുണ്ട്. അതുപോലെ എങ്ങനെയായിരിക്കണം ആ ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന എങ്ങനെയായിരിക്കണം, അവരുടെ അധികാരങ്ങൾ എങ്ങനെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നിയമത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു മെഡിക്കൽ രജിസ്റ്ററും പുനഃസ്ഥാപിക്കണം അല്ലെങ്കിൽ പരിപാലിച്ചു കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന് കീഴിലാണ് നമ്മുടെ ഈ പറയുന്ന മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നത്, മെഡിക്കൽ പരമായിട്ടുള്ള കോഴ്സുകൾ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജുകളുടെ സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതും അതുപോലെ ഈ പറയുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻസുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട കുറേയധികം സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ സ്ഥാപിക്കുന്നതും അത് പരിപാലിക്കുന്നതും ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലാണ്. അതിനുള്ള അധികാരം ആ ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന് കിട്ടുന്നത് ഏത് നിയമം വഴിയാണ്? ഈ ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് വഴിയാണ് ആ ഒരു അധികാരം ഈ ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ജനറൽ ആയിട്ട് മിസ് ഒന്ന് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇനി ആ ഒരു ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ടേംസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്താണ് അത്? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് ഒരൊറ്റ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് എന്താണ് ആക്ട് എന്നുള്ളത്. എന്നാൽ പോലും ആ ഒരു ആക്ടിനുള്ളില് പ്രധാനമായിട്ടും വരുന്നത് ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വേണം. ആ ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, അതാണ് പ്രധാനമായിട്ടും ഈ ഒരു നിയമത്തിൽ പറയുന്നത്. അപ്പൊ അവർ ഈ ഒരു നിയമം വഴി ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന് ഒരുപാട് അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് മെഡിക്കൽ കോളേജുകളുടെ അവിടെ നടത്തിപ്പ്, അതുമായി ബന്ധപ്പെട്ട എത്ര മെഡിക്കൽ കോളേജുകൾ പുതിയതായിട്ട് വരുന്നെങ്കിൽ ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരത്തോടു കൂടിയേ വരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവിടുത്തെ സീറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അവിടെ പഠിപ്പിക്കുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നു, അത് കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കുന്നു, അത് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനൊക്കെ ഒരു ഉത്തരവാദിത്തം ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനാണ്. അതിനുള്ള അധികാരം ഈ ഒരു ആക്ട് വഴിയാണ് അവർക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അതുപോലെ മെഡിക്കൽ പ്രൊഫഷനിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ ഡോക്ടേഴ്സും നിർബന്ധമായിട്ട് മെഡിക്കൽ രജിസ്റ്ററുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നൊരു വ്യവസ്ഥയും ഈ ഒരു നിയമം നൽകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ജനറൽ ആയിട്ടൊന്നും മനസ്സിലാക്കിയിരിക്കാൻ പറഞ്ഞതാണ് കേട്ടോ, ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളും ധാർമ്മികതയും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനെ ഏൽപ്പിച്ചാണ്, അവരുടെ അധികാരത്തിലാണ് അവർ മേലോട്ട് എല്ലാ കാര്യങ്ങളും വഹിക്കുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും വരെ പറഞ്ഞത് ഓക്കെയാണോ? എന്താണ് റിപ്ലൈ ഇല്ലാത്തത്? ഓക്കെ. ഇനി 3 പോയിന്റ്സിൽ പറയുന്നത് ദിസ് ആക്ട് മേ ബി കോൾഡ് ദ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956 അല്ലെ. ഈ ഒരു ആക്ടിനെ നമ്മൾ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956 എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ അല്ലെ. ഇന്ത്യയുടെ ഒരു ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തേക്കോ മാത്രമുള്ള ഒരു നിയമമല്ല അല്ലെ, അത് മൊത്തത്തിൽ ഇന്ത്യയിലെ മൊത്തത്തിൽ മുഴുവനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിലുള്ള ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956 എന്ന് പറയുന്നത്. And it shall come into force on such date as the central government made by notification in the official gazette upon it. ഇവരുടെ അപ്പോൾ ഒഫീഷ്യൽ ഗസറ്റിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഗസറ്റിലുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന ദിവസം അത് എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രാബല്യത്തിൽ വരുന്നുണ്ട്. അതൊന്നും ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി വരുന്ന ഭാഗം ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട്. ഈ ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in this act unless the context otherwise requires എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ടേംസ് ആണ് ഈ പറയുന്ന ഓരോന്നിന്റെയും ഡെഫിനിഷൻസ്. ഇവർ ഈ ഒരു ലോയില് പറഞ്ഞിരിക്കുന്ന ഓരോ ടേമുകളാണ് ഈ പറയുന്ന അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ബൈ എ യൂണിവേഴ്സിറ്റി, കൗൺസിൽ, ഡിലീറ്റഡ്, ഇങ്ങനെയുള്ള ടേംസ് അവർ ഉപയോഗിക്കുമ്പോൾ ഈ നിയമത്തിൽ ആ ടേം എന്തിനെ ഉദ്ദേശിക്കുന്നു അതാണ് ഇവിടെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മനസ്സിലാവുന്ന മനസ്സിൽ പറയുന്നേ. ഇപ്പൊ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു നിയമം ഇത് മാത്രമല്ല, അതിന് കീഴിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതില് ഒരു അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ടേം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടേം ഈ നിയമവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ എന്തിനെയാണ് സൂചിപ്പിക്കുക, അങ്ങനെ കുറച്ച് ടേംസ് ആണ് നമ്മൾ അല്ലെങ്കിൽ കുറച്ച് ഡെഫിനിഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതില് ഫസ്റ്റ് വണ്ണാണ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാല് അംഗീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെ, അതിനെയല്ലേ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നേ.
ആണോ? അപ്പൊ എങ്ങനെ എന്തായിരിക്കും അതിന്റെ ഡെഫിനിഷൻ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മീൻസ് എ ഹോസ്പിറ്റൽ, ഹെൽത്ത് സെന്റർ ഓർ അതർ സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ്, അംഗീകൃതമായിട്ടുള്ള ഹോസ്പിറ്റലോ ഹെൽത്ത് സെന്ററോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളെയോ ആണ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് ഈ ഒരു നിയമത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മീൻസ് എ ഹോസ്പിറ്റൽ, ഹെൽത്ത് സെന്റർ ഓർ അതർ സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ്, അംഗീകൃതമായിട്ടുള്ള ഹോസ്പിറ്റൽ ആവാം, ഹെൽത്ത് സെന്ററുകളാവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അതുപോലെയുള്ള മറ്റേതെങ്കിലും സ്ഥാപനങ്ങളെയാണ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ടാമത്തത് ബൈ എ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ ആ ഒരു ടേം എന്താ ഉദ്ദേശിക്കുന്നത് എന്നാണ് കേട്ടോ. ബൈ എ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് എ പേഴ്സൺ മേ അണ്ടർഗോ ദാറ്റ് ട്രെയിനിങ് if any required by his course of study before the award of any medical qualification to him. അതായത് ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ പ്രാക്ടീസിന് പോവാറില്ലേ, ട്രെയിനിങ്ങിന് പോവാറില്ലേ, പരിശീലനങ്ങൾക്കായിട്ട്. അതായത് അവരുടെ മെഡിക്കൽ ക്വാളിഫിക്കേഷൻസ് അവർക്ക് ലഭിച്ചിട്ടില്ല. അതിന് മുൻപ് തന്നെ അവർ എന്ത് ചെയ്ത ഒരു മെഡിക്കൽ ക്വാളിഫിക്കേഷൻ അവർക്ക് ലഭിക്കുന്നതിന് മുൻപായിട്ട്, അതായത് ഒരു ഡോക്ടർ എന്ന നിലയിൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതിന് മുൻപായിട്ട് അവരുടെ ആ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് ആവശ്യമാണെങ്കിൽ അവർ എന്ത് ചെയ്യാറുണ്ട്? പരിശീലനങ്ങൾക്ക് പങ്കെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ട്രെയിനിങ് സെക്ഷനുകളിൽ ചെയ്യാറുണ്ട്. അങ്ങനെ ട്രെയിനിങ് സെക്ഷൻസ് അല്ലെങ്കിൽ പരിശീലനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥാപനത്തെയാണ്, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് ബൈ എ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് എ പേഴ്സൺ മൈ അണ്ടർഗോ ദ ട്രെയിനിങ്, പരിശീലനങ്ങൾ നേടുന്ന ഇടമാണ്, പരിശീലനങ്ങൾ നേടുന്ന സ്ഥാപനം. ഇഫ് എനി ഏതുമാവാം റിക്വയർഡ് ബൈ ഹിസ് കോഴ്സ് ഓഫ് സ്റ്റഡി ബിഫോർ ദ അവാർഡ് ഓഫ് എനി മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ടു ഹിം, അവർക്കൊരു മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല, അതിനു മുൻപ് അവരുടെ കോഴ്സ് ഓഫ് സ്റ്റഡി, അവരുടെ പഠന വിധേയമായിട്ട് അല്ലെങ്കിൽ പഠനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് പരിശീലനങ്ങൾ ലഭിക്കണമെങ്കിൽ ആ പരിശീലനം നേടുന്ന ആ ഒരു സ്ഥാപനത്തെയാണ് ബൈ എ യൂണിവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് കൗൺസിൽ. കൗൺസിൽ എന്ന് പറഞ്ഞാൽ മീൻസ് ദ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദിസ് ആക്ട്. ഈ നിയമത്തിന് കീഴില് പ്രാബല്യത്തിൽ വന്ന അല്ലെങ്കിൽ ഈ നിയമത്തിന് കീഴില് വന്നിട്ടുള്ള അല്ലെങ്കിൽ നിയമത്തിന് കീഴിൽ രൂപീകരിച്ചിട്ടുള്ള മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് കൗൺസിൽ എന്നൊരു ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ഡിലീറ്റഡ്. ഡിലീറ്റഡ് എന്ന് പറഞ്ഞാൽ ബൈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അമെൻഡ്മെന്റ് ആക്ട് 1964. അതായത് ഈ പറയുന്ന ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യാറുണ്ട്? ആക്ട് ഭേദഗതി ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മാറ്റിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു, അല്ലെ? അതിനല്ലേ ഭേദഗതി വരുത്തുന്നത്. പഴയ ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? മാറ്റി നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു പ്രസന്റ് കണ്ടീഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഭേദഗതികൾ ചെയ്യുന്നത്. അങ്ങനെ ഭേദഗതി ചെയ്യുന്ന സമയത്ത് മാറ്റം വരുത്തുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഡിലീറ്റഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ. അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. മീൻസ് ദ മെഡിക്കൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ബൈ ദ കൗൺസിൽ. ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പരിപാലിക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്ററിനെയാണ് ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ എന്ന് സൂചിപ്പിക്കുന്നത്. ഒരു 5 എണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ പറഞ്ഞത് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? അംഗീകൃതമായിട്ടുള്ള ഹോസ്പിറ്റലോ ഹെൽത്ത് സെന്ററോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളോ മറ്റു സ്ഥാപനങ്ങളെയോ ആണ് നമ്മൾ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ബൈ എ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാല് ഈ പേഴ്സൺ, അതായത് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ പഠിക്കുന്ന ഒരു ഡോക്ടറിന്റെ അവർക്ക് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഠനത്തിന്റെ ഭാഗമായിട്ട് അവർ പരിശീലനങ്ങൾ നേടാൻ ഏത് സ്ഥാപനത്തിലാണ് പോയിരിക്കുന്നത് ആ സ്ഥാപനത്തെയാണ് നമ്മൾ ബൈ എ യൂണിവേഴ്സിറ്റി എന്ന ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇനി കൗൺസിൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു നിയമത്തിന് കീഴിൽ രൂപീകരിച്ചിട്ടുള്ള ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനെയാണ് കൗൺസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിലീറ്റഡ് എന്ന് പറഞ്ഞാല് ഈ ആക്ട് ഭേദഗതി ചെയ്യുമ്പോൾ നമ്മൾ ഒഴിവാക്കുന്ന കാര്യങ്ങളെയാണ് ഡിലീറ്റഡ് എന്ന് പറയുന്നത്. ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാല് ഈ ഒരു മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പരിപാലിക്കുന്ന മെഡിക്കൽ രജിസ്റ്ററിനെയാണ് ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കിയേ.
ക്ലിയർ ആണോ അഞ്ജന? അഞ്ജന മിസ് ക്ലിയർ ആണോ? ഓക്കെ, ചോദിക്കാറുണ്ട് കേട്ടോ ഇതിന്റെ മീനിങ് എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മീൻസ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്തിൻ ഓർ വിത്തൗട്ട് ഇന്ത്യ വിച്ച് ഗ്രാൻസ് ഡിഗ്രീസ്, ഡിപ്ലോമാസ് ഓർ ലൈസൻസ് ഇൻ മെഡിസിൻ. നമ്മുടെ ഇന്ത്യയിലുള്ളതാവാം അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്തോ പുറത്തോ ഉള്ളതായിട്ടുള്ള മെഡിക്കൽ പരമായിട്ടുള്ള ഡിഗ്രി, ബിരുദമോ ഡിപ്ലോമയോ അല്ലെങ്കിൽ ലൈസൻസുകളോ നൽകുന്ന ഏതൊരു സ്ഥാപനത്തെയും നമ്മുടെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതായത് മെഡിക്കൽ പരമായിട്ട് ഡിഗ്രിയോ ഡിപ്ലോമയോ ലൈസൻസുകളോ നൽകുന്ന ഏതൊരു സ്ഥാപനം, ഇന്ത്യയുടെ ഉള്ളിലുള്ളതാവാം അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളതാവാം, അകത്തോ പുറത്തോ ഉള്ളതായിക്കോട്ടെ, മെഡിസിനുമായി ബന്ധപ്പെട്ട് ഡിഗ്രിയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ ലൈസൻസുകളോ നൽകുന്ന ഏതൊരു സ്ഥാപനത്തെയും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഇനി മെഡിസിൻ എന്ന് പറഞ്ഞാൽ അടുത്തതാണ് മെഡിസിൻ. മെഡിസിൻ മീൻസ് മോഡേൺ സയന്റിഫിക് മെഡിസിൻ ഇൻ ഓൾ ഇറ്റ്സ് ബ്രാഞ്ചസ് ആൻഡ് ഇൻക്ലൂഡ് സർജറി ആൻഡ് ഒബ്സ്റ്റെട്രിക്സ് but does not include veterinary medicine and surgery. ഇവിടെ മെഡിസിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡേൺ ആയിട്ടുള്ള, അതായത് എല്ലാ ബ്രാഞ്ചസും ഉൾപ്പെടുത്തിയിട്ടുള്ള, അതായത് സർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒബ്സ്റ്റെട്രിക്സ് അല്ലെ പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ആധുനികപരമായിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രത്തെയാണ് മെഡിസിൻ എന്നൊരു ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരിക്കലും എന്ത് ഇൻക്ലൂഡഡ് അല്ല, ഡസ് നോട്ട് ഇൻക്ലൂഡ് വെറ്റിനറി മെഡിസിൻ ആൻഡ് സർജറി. നമ്മുടെ വെറ്റിനറി മെഡിസിൻസ് അല്ലെ, നമ്മുടെ അനിമൽസുമായി ബന്ധപ്പെട്ടുള്ള വെറ്റിനറി മെഡിസിൻസും അതുമായി ബന്ധപ്പെട്ട സർജറി കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല. ഹ്യൂമൻ ബീങ്സുമായി ബന്ധപ്പെട്ടുള്ള സർജറിയോ ഒബ്സ്റ്റെട്രിക്സോ മുതലായിട്ടുള്ള എല്ലാ ബ്രാഞ്ചസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള സയന്റിഫിക് മെഡിസിൻ അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള വൈദ്യശാസ്ത്രത്തെയാണ് മെഡിസിൻ എന്നൊരു ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ മീൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ റെഗുലേഷൻസ്. ഈ പറയുന്ന നിയമത്തിൽ കൊടുത്തിരിക്കുന്ന നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളുടെ നിർദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ ആ നിയന്ത്രണങ്ങൾ വെച്ചുള്ള നിർദ്ദേശങ്ങളാണ് പ്രിസ്ക്രൈബ്ഡ് എന്നൊരു ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മീൻസ് എനി ഓഫ് ദ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഇൻക്ലൂഡഡ് ഇൻ ദ ഷെഡ്യൂൾസ്. ഈ ഒരു നിയമത്തിലെ ഷെഡ്യൂളുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മെഡിക്കൽ ക്വാളിഫിക്കേഷൻസിനെയാണ് റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള മെഡിക്കൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ യോഗ്യത എന്ന് പറഞ്ഞാൽ ഈ ഒരു നിയമത്തിലെ ഷെഡ്യൂളുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മെഡിക്കൽ ക്വാളിഫിക്കേഷൻസ് ഏതാണോ അതിനെയാണ് റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റെഗുലേഷൻ, നിയന്ത്രണങ്ങൾ അല്ലെ, മീൻസ് എ റെഗുലേഷൻ മെയ്ഡ് അണ്ടർ സെക്ഷൻ 33. അതായത് ഈ ഒരു നിയമത്തിലെ സെക്ഷൻ 33 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സെക്ഷൻ 33 പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ കൗൺസിലില് രജിസ്റ്റർ ചെയ്യാത്ത ഒരു വ്യക്തികൾക്കും നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയില് എന്ത് ചെയ്യാൻ പറ്റില്ല, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് അല്ലെങ്കിൽ പരിശീലനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് ഈ സെക്ഷൻ 33 പറയുന്നത്. അങ്ങനെ എങ്ങാനും അവരെ രജിസ്റ്റർ ചെയ്യാതെ പ്രാക്ടീസ് ചെയ്താൽ അവർക്ക് അതിനുള്ള ശിക്ഷ അല്ലെങ്കിൽ നടപടികൾ അവർക്കെതിരെ നേരിടേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ 33 നിയമത്തിലെ സെക്ഷൻ 33 പറയുന്നത് കുറച്ച് നിയന്ത്രണങ്ങളാണ്. അതായത് ഈ ഒരു ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾക്കും ഇന്ത്യയില് മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട് അല്ലെ, അവരെയൊക്കെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കാറില്ലേ? ഡോക്ടേഴ്സിനെയൊക്കെ വ്യാജ ഡോക്ടേഴ്സിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ കേൾക്കാറില്ല. ഈ ഒരു നിയമത്തിലെ ഈ സെക്ഷൻ 33 പറയുന്നത് അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു രജിസ്റ്റർ ചെയ്യാത്ത ആരുടെയും ആ ഒരു പ്രാക്ടീസ് ഈ ഒരു നിയമം വഴി എന്ത് ചെയ്യുന്നില്ല, പിന്തുണ നൽകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു നിയമം അത് വിലക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സെക്ഷൻ 33 നിയന്ത്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ 5 പോയിന്റ്സ് വേഗം പറയാം. മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മെഡിസിനുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് അകത്തോ പുറത്തോ ഉള്ള നമ്മുടെ ഏത് സ്ഥാപനമോ ആവാം. എന്താണ് മെഡിസിനുമായി ബന്ധപ്പെട്ട ഡിഗ്രിയോ ഡിപ്ലോമയോ ലൈസൻസുകളോ നൽകുന്ന ഏതൊരു സ്ഥാപനത്തെയും
അകത്തെയാവാം പുറത്തെയാവാം ഏതൊരു സ്ഥാപനത്തെയും നമുക്ക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു ടേം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെഡിസിൻ എന്ന് പറഞ്ഞാൽ മോഡേൺ ആയിട്ടുള്ള സയന്റിഫിക് മെഡിസിൻ, ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രം. അതിൽ എല്ലാ ബ്രാഞ്ചസും ഉൾപ്പെടും. സർജറി, ഒബ്സ്റ്ററ്റിക് മുതലായ എല്ലാ ബ്രാഞ്ചസും ഉൾപ്പെടും. അതിൽ ഉൾപ്പെടാത്ത ഏതാ? അനിമൽസുമായി ബന്ധപ്പെട്ട വെറ്ററിനറി മെഡിസിനും സർജറിയും ഒന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല. അല്ലാതെ ഇതിലുള്ള ഹ്യൂമൻ ബീങ്സുമായി ബന്ധപ്പെട്ടുള്ള വൈദ്യശാസ്ത്രം, മോഡേൺ ആയിട്ടുള്ള സയന്റിഫിക് മെഡിസിൻസ് എല്ലാം ഈ മെഡിസിൻ എന്നൊരു ടേമിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന്റെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട പ്രിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെയാണ് പ്രിസ്ക്രൈബ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അംഗീകൃത എന്താണ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ യോഗ്യത എന്ന് പറഞ്ഞാൽ ഈ ഒരു നിയമത്തിന്റെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, യോഗ്യതകൾ എന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന്റെ സെക്ഷൻ 33-ലെ നിയന്ത്രണങ്ങൾ എന്ന് വെച്ചാൽ അവിടെ 33-ൽ പറയുന്നത് ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ എന്താണ് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഈ മെഡിക്കൽ രജിസ്റ്ററുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം അതിനെ ഈ ഒരു നിയമം വഴി എന്ത് ചെയ്യുന്നു? വിലക്കുകയാണ് ചെയ്യുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ റെഗുലേഷൻസ് വരെ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ജസ്റ്റ് ഒരു 3 എണ്ണം കൂടി ഉള്ളൂ. നെക്സ്റ്റ് പറയുന്നത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ. ഇത് സിമ്പിൾ ആണ്. സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ് എ മെഡിക്കൽ കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് ഇൻ എനി സ്റ്റേറ്റ് റെഗുലേറ്റിംഗ് ദ രജിസ്ട്രേഷൻ ഓഫ് പ്രാക്ടീഷണേഴ്സ് ഓഫ് മെഡിസിൻ. മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോരുത്തരുടെയും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രിക്കുന്ന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന എല്ലാ സംസ്ഥാനത്തും നിലവിലുള്ള മെഡിക്കൽ കൗൺസിലിനെയാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത്. അതായത് ഈ നിയമത്തിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള നമ്മുടെ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന എല്ലാ സംസ്ഥാനത്തും നിലവിലുള്ള മെഡിക്കൽ കൗൺസിലിനെ വിളിക്കുന്നതാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ. ഇനി സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് എ രജിസ്റ്റർ മെയിൻറ്റൈൻഡ് അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് ഇൻ എനി സ്റ്റേറ്റ് അണ്ടർ റെഗുലേറ്റിംഗ് ദ രജിസ്ട്രേഷൻ ഓഫ് പ്രാക്ടീഷണേഴ്സ് ഓഫ് മെഡിസിൻ. മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനത്തും മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്ന രജിസ്റ്ററിനെയാണ് സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഓരോരുത്തരുടെയും രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഓരോ ഈ നിയമത്തിന് കീഴിൽ രൂപീകൃതമായുള്ള ഓരോ സംസ്ഥാനത്തും പരിപാലിക്കുന്ന മെഡിക്കൽ കൗൺസിലിനെ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ? ഇവരുടെ പ്രാക്ടീസുമായി ഇവർക്ക് രജിസ്ട്രേഷൻ നടത്തണം അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനത്തും ഈ നിയമത്തിന് കീഴിൽ പരിപാലിച്ചു പോരുന്ന രജിസ്റ്ററിനെയാണ് സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. കിട്ടിയോ? രണ്ടെണ്ണം. ഇനി മൂന്നാമത്തത് യൂണിവേഴ്സിറ്റി എന്നൊരു ടേമാണ്. അതിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. അതൊന്നും നിങ്ങളൊന്ന് പൂർത്തീകരിച്ചേക്കണേ. യൂണിവേഴ്സിറ്റി മീൻസ് എനി യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ
Any university in India, ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. Any university in India established by law. Any university in India established by law and having a medical faculty. And having a medical faculty. ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എനി യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യയില്, ഇന്ത്യയിലെ ഏതൊരു യൂണിവേഴ്സിറ്റി അല്ലെ, എന്ത് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, ഈ ഒരു നിയമത്തിന് കീഴില് നിയമപ്രകാരം അല്ലെങ്കിൽ ഇത് നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള ഏതൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും നമുക്ക് യൂണിവേഴ്സിറ്റി എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കാം. എങ്ങനെയുള്ളതാണ്? ബൈ ഹാവിങ് എ മെഡിക്കൽ ഫാക്കൽറ്റി, മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉള്ള ഈ ഒരു നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള ഏതൊരു യൂണിവേഴ്സിറ്റിയെയും നമുക്ക് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കാവുന്നതാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആൻഡ് ഹാവിംഗ് എ മെഡിക്കൽ ഫാക്കൽറ്റി, ഒരു മെഡിക്കൽ ഫാക്കൽറ്റി ഉള്ള ഈ നിയമത്തിന് കീഴിൽ നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള ഏതൊരു സർവകലാശാലയെയും നമുക്ക് എന്തെന്ന് പറയാം? ഈ ഒരു യൂണിവേഴ്സിറ്റി എന്നൊരു ടേം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. അപ്പോ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നിയമത്തിന് കീഴിൽ രൂപീകൃതമായുള്ള ഓരോ സംസ്ഥാനത്തും നിലനിർത്തുന്ന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മെഡിക്കൽ കൗൺസിലിനെയാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ അവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന മെഡിക്കൽ രജിസ്റ്ററിനെയാണ് സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ലാസ്റ്റ് മൂന്നെണ്ണം മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയും വരെയും നമ്മുടെ ആ ഒരു നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956 ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ വേറെ കുറച്ച് കാര്യങ്ങളാണ് ലീഗൽ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവരുടെ നിയമപരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇനി പറയുന്നത്. അപ്പൊ ഇത്രയും വരെയും ആ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതൊന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.